ഇത് ബയോട്ടിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഹെയർ ആട്ടോ. UK ഹാർഡ് വാട്ടറിൻ്റെ ഇഷ്യൂ സ്ഥിരം വരുന്ന കംപ്ലൈൻറ്റ് തന്നെയാണ്. ഇതെല്ലാം ഇതിൻ്റെ ഹെയറിൻ്റെ ഒറിജിനൽ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല ചുരുണ്ട മുടിയാണ്, ഇങ്ങനെ പൂന്ന് പറഞ്ഞ് നിൽക്കുന്ന മുടി തന്നെയാണ്. ഇത് ഒന്ന് അയൺ ചെയ്തിട്ട് വന്നാലേ ഇപ്പം, അതുകൊണ്ടാണ് കുറച്ചൊരു ഒതുങ്ങി നിൽക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്? 5 years ബാക്ക് കെരാറ്റിൻ ചെയ്തിട്ടുണ്ട്, 2 years ബാക്ക് സ്മൂത്തനിങ്. അത് കഴിഞ്ഞ് പിന്നെ ആ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ എപ്പോഴാണ് ചെയ്യുന്നത്? അതിൻ്റെ ഇടയിൽ UK ചെയ്തിട്ടുണ്ട് ഒരു കെരാറ്റിൻ. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. കെരാറ്റിൻ ചെയ്തിട്ടോ അതെന്താ വെച്ചാൽ അവിടുന്ന് ചെയ്യുമ്പം അവരുടെ മുടിയും നമ്മളെ മുടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അവരുടെ നാട്ടിലെ മുടിക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നത്, നമ്മളതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അവിടുന്ന് ചെയ്യുമ്പം അവർക്ക് റിസൾട്ട് കിട്ടും, പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടൂല. അതാണ് അതിൻ്റെ പ്രശ്നം. ഇത് ഹെയർ നല്ല റഫായിട്ട് വരുന്നുണ്ട് അല്ലേ? ഇതിനകത്ത് ബയോട്ടിൻ ചെയ്താണ് മുടി. അതെന്താ വെച്ചാൽ ഈ ഹെയറിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ ആയതുകൊണ്ടാണ്. അത് ഓരോരുത്തർക്കും ചിലപ്പോൾ ഹാർഡ് വാട്ടർ ഒന്നും അല്ലല്ലോ, വീട്ടിലെ ഹാർഡ് വാട്ടർ അല്ലല്ലോ, നല്ല വെള്ളം തന്നെ. ഇപ്പോഴാണ് ഈ ഹാർഡ് വാട്ടറിൻ്റെ പ്രശ്നം വന്നതല്ലേ. അപ്പോൾ നമുക്ക് ബയോട്ടിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുടിൻ്റെ ലെങ്ത്തിലും വ്യത്യാസം വരും, ഇതിൻ്റെ സ്ട്രെങ്ത്തിലും വ്യത്യാസം വരും. ഹെയർ ലോസ് ഡോക്ടറെ കാണിച്ചിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് പറഞ്ഞല്ലേ, അത് മെഡിസിൻ എടുത്താൽ തന്നെ മാറുള്ളൂ. ഇതുകൊണ്ട് മാറില്ല. പക്ഷേ ഇതിൻ്റെ ഔട്ടർ പോർഷൻ ഇതുകൊണ്ട് നന്നാവും. പക്ക സ്ട്രെയിറ്റ് ആവില്ല, ഒരു നാച്ചുറൽ ഇതായിട്ടേ നിൽക്കുള്ളൂ. കാരണം നമ്മൾ ഒറിജിനൽ ഹെയറിൻ്റെ ടെക്സ്ചറിൽ നിന്നാണ് സ്ട്രെയിറ്റ് ലുക്ക് വരിക. അപ്പം സ്മൂത്തനും ചെയ്തപ്പോൾ കിട്ടിയ ആ സ്ട്രെയിറ്റ് ലുക്ക് എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ. അതെനിക്ക് വേണ്ട. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഞാൻ ചെയ്തിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം. ഇത് ബയോട്ടിൻ കഴിഞ്ഞു കേട്ടോ. ബയോട്ടിൻ കഴിഞ്ഞ് ഇയാളെ ഹെയർ നല്ലപോലെ നീളം വെച്ചു. നേരത്തെ ഉള്ളതിനേക്കാളും ലെങ്ത്ത് കൂടി ആ ഹെയറിൻ്റെ കാണിച്ചു തരാം. ഒരു നല്ലൊരു പ്ലേസിങ്ങും വന്നിട്ടുണ്ടാവും ഹെയറിന്. നമുക്ക് ഇതിനി മെയിൻറ്റെയിൻ ചെയ്ത് പോവാം കേട്ടോ. പ്രോഡക്റ്റ് ഒരു കാരണവശാലും മാറ്റരുത്. അവിടെ ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് ഹാർഡ് വാട്ടറിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് നല്ലത്. ഇത് ഉപയോഗിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് വാട്ടർ കൊണ്ടുള്ള ഇഷ്യൂസ് പോവുകയല്ല, എന്നാലും ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാം. അത് പ്രോഡക്റ്റ് ഇതിൻ്റെ ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എത്ര കാലം യൂസ് ചെയ്യുന്നോ അത്രയാണ്. പ്രോഡക്റ്റ് നിർത്തി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പോകും. പിന്നെ ഈ ഒരു സ്ട്രെയിറ്റ് ലുക്കും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലുക്കൊന്ന് മാറി. ഇതിപ്പോൾ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ലുക്ക്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ കുളിക്കുന്ന ദിവസം ചെറിയൊരു വേവ് ഉണ്ടെങ്കിലും പിറ്റേ ദിവസം ഒന്ന് ഡ്രയർ കൊടുത്ത് ഹീറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആകും കേട്ടോ. കാരണം ഹീറ്റ് കൊടുത്ത് നന്നായി ഉണങ്ങുന്നതിനനുസരിച്ച് സ്ട്രെയിറ്റ് കൂടുതൽ വരുന്നത്. ഇപ്പം നമ്മൾ ഡ്രയർ വെച്ച് ഉണക്കുന്നതുകൊണ്ടാണ് ഇത്രയും സ്ട്രെയിറ്റ് ലുക്ക് വരുന്നത്. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കാം. കാണാം കേട്ടോ. മറന്നു പോയത് ഓഫീസിലേക്കല്ലേ വരിക. ഫ്ലൈറ്റ് ഇറങ്ങി വീട്ടിൽ പോയോ? ഇല്ല, ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് വീട്ടിൽ പോയിട്ടില്ല. ഞാൻ കണ്ടു, വീട്ടുകാരെ കണ്ടില്ല. അപ്പോൾ നീ വരാട്ടോ. ഓക്കെ, ഇഷ്ടമായോ? ഞാൻ ചോദിക്കാൻ പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് നല്ല ചേഞ്ച് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയുണ്ട് നമ്മളെ സ്റ്റാഫ്? ചേച്ചി നല്ല ഇഷ്ടമായി, നല്ല അടിപൊളിയാണ്. വൃത്തിക്ക് ചെയ്തത്. മലയാളം കേട്ടാൽ മനസ്സിലാവും, പറയില്ലെങ്കിലും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.